വലിയൊരു കോട്ട കാണിക്കാണ്. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. അവൻ ആ കോട്ടയ്ക്കകത്ത് ഇപ്പൊ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയില്ല, അവിടെയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനിപ്പോ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവിടെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സാക്കുര ആവട്ടെ കുട്ടപ്പനെ പോലെ തന്നെ ആരെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ വിളിച്ചു പറയും, ഇവിടെ ഒന്നും അവനെ കാണാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഇത്രയും ദൂരം വന്നത് അത് വെറുതെ ആകുമെന്ന് ചോദിക്കുമ്പോ സാക്കുറ പറയും, അങ്ങനെയൊന്നുമില്ല, ഉറപ്പായിട്ടും സാസുകയെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ആക്ച്വലി നമ്മുടെ രണ്ടാൾക്കാരും അവിടേക്ക് വന്നത് സാസുകയെ കണ്ടുപിടിക്കാനാണ്. അവര് രണ്ടുപേരും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ ഒരു കോട്ടയുടെ ഭാഗം ഇപ്പൊ അങ്ങനെ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ പൊട്ടിത്തെറിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പൊ വേറൊരുത്തൻ പുറത്തേക്ക് വരും. ഈ ഒരുത്തൻ അതാരാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരിചയപ്പെടാം. നമ്മുടെ സാക്കുറ ആ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അവിടേക്ക് ഇപ്പൊ നറൂട്ടോ എത്തുമ്പോ അവർ രണ്ടുപേരും ദൂരത്തായിട്ട് കാണും സാക്ഷാൽ സാസുകയെ. സാസുക കുട്ടപ്പനെ കണ്ട്, നീ ഒരുപാട് വളർന്നുപോയി, നീ എന്റെ പുറകെ തന്നെയാണല്ലേ ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ദേഷ്യം കയറി അവന്റെ അടുത്തേക്ക് ചാടി വീഴും. സാസുക കുട്ടപ്പന്റെ കോളറെ കുത്തിപ്പിടിച്ച്, ഞാൻ എന്റെ ലൈഫ് മുഴുവൻ ഒരുപാട് അനുഭവിച്ചു. എന്റെ പാരന്റ്സ് എന്റെ മുൻപിൽ വെച്ചാണ് മരിച്ചത്. അതിന് കാരണക്കാരനായ ഹിറ്റാച്ചിയെ അവനെ തകർക്കാതെ ഞാൻ അതിനെവിടേക്കും വരില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതിന് യാതൊരു കാര്യമില്ല എന്ന് ഇപ്പൊ സാസുക പറയും. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ അവന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചിട്ട് കുട്ടപ്പനോട് ചോദിക്കും, ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും നീ എന്നെ ഫോളോ ചെയ്യുന്നത്? എന്നെ എന്റെ വഴിക്ക് വിടാൻ പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് എന്തോ ഒരു സ്നേഹം അത് നിന്നോട് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്, അതുകൊണ്ട് എനിക്ക് ആ ബോണ്ട് അത് നഷ്ടപ്പെടുന്നില്ല. അതിന് സാസുക പറയും, ആ ഒരു ബോണ്ട് അത് ഞാൻ ഇപ്പൊ തന്നെ തകർക്കും. നിന്നെ കൊണ്ട് അതിന് ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അന്നേ നീ അത് ചെയ്തേനെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അപ്പൊ സാസുക ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു കാര്യം, നിന്റെ മങ്കിക്കു ശരീരം കണ്ണ് അത് തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ